അസ്സലാമലൈക്കും. നമ്മുടെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മുറ്റത്ത് ഒരു ഊഞ്ഞാലുള്ള കാരണം മനുഷ്യർ സ്വൈരം എന്ന് പറയണതില്ല കേട്ടോ. എപ്പോൾ നോക്കിയാലും ഈ ആട്ടം തന്നെയാണ്. ആട്ടാടി ഇതാ കാലുമേലേക്ക് പലക വീണിട്ടുണ്ട് ഒരാളുടെ. അപ്പോൾ ചമ്മിയിട്ട് അവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ വന്നിട്ട് പലകയൊക്കെ എടുത്തു കൊടുത്തു. ആ ചുട്ടനും ഇഷമോളാണ് ഏത് നേരം ഊഞ്ഞാലമ്മന്നെ കേട്ടോ, ഏത് നേരം ഊഞ്ഞാലമ്മന്നെ. അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഉച്ചയ്ക്ക് കുളിയൊക്കെ കഴിഞ്ഞ് ചോറ് വയ്ക്കലൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾക്കൊരു പൂതി. ഞാൻ കുറച്ച് ഉഴുന്നെടുത്ത് വെള്ളത്തിലിട്ടുണ്ടായിരുന്നു നമ്മുടെ ആട്ടുകല്ലിൽ അരയ്ക്കാൻ വേണ്ടിയിട്ട്. ഇവിടെ വന്നപ്പോൾ തുടങ്ങിയ പൂതിയാട്ടയ്ക്ക് ആട്ടുകല്ലിൽ അരയ്ക്കണം എന്നുള്ളത്. അപ്പോൾ രാവിലെ തന്നെ ഞാനത് സോപ്പൊക്കെ ഇട്ട് കഴുകി. കുറേ വർഷമായിട്ട് ഇവരിത് ഉപയോഗിക്കാതെ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൽ നിറച്ച് മണ്ണൊക്കെ ആയിരുന്നു കേട്ടോ. അതിൻ്റെ ആ കുഴിയിലൊക്കെ മണ്ണായിരുന്നു. മണ്ണും ചപ്പും ചവറൊക്കെ ഉണ്ടായിരുന്നു. ഞാനത് രാവിലെ അതിലത്തെ മണ്ണൊക്കെ വാരി കളഞ്ഞിട്ട് നമ്മൾ ചകിരിയൊക്കെ ഇട്ട് ഉരച്ച് ഞാൻ കഴുകിയിട്ടുണ്ടായിരുന്നു. നമ്മൾ പാത്രം കഴുകണ സ്ക്രബ്ബർ ഉണ്ടല്ലോ സ്റ്റീലിൻ്റെ, അതൊക്കെ വെച്ചിട്ട് നന്നായി വൃത്തിയാക്കിയിട്ട് കഴുകിയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് പിന്നെ ഇതാ കുട്ടികൾ അതിൻ്റെ ഉള്ളിൽ അതിൻ്റെ ആട്ടുകല്ലിൻ്റെ കുട്ടി ഉണ്ടല്ലോ, ആട്ടണ സംഭവം, ആ സാധനം അതിലിട്ടിട്ട് ഇങ്ങനെ തിരിച്ചിട്ട് ഇത് കല്ലല്ലേ, അപ്പോൾ തിരിക്കുമ്പോൾ അതിന് ഇങ്ങനെ ഒരു പൊടി വരുമല്ലോ, ആ പൊടിയായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനത് ഒന്നും കൂടി വെള്ളം ഒഴിച്ചിട്ട് നല്ല വൃത്തിയായിട്ട് 2-3 വട്ടമൊക്കെ കഴുകി വൃത്തിയാക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ കുറച്ച് ഉഴുന്ന് ഞാൻ വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു. അത് വെച്ചിട്ട് നമുക്കൊരു ഉഴുന്ന് വട ഉണ്ടാക്കാൻ വെച്ചിട്ടാണ്. അപ്പോൾ ട്രഡീഷണലായിട്ട് തന്നെ ആയിക്കോട്ടെ വിചാരിച്ചു. എന്താ വെച്ച് കഴിഞ്ഞാൽ ആട്ടുകല്ലിൽ തന്നെ ആട്ടി നമുക്ക് ഉഴുന്ന് വട ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. ഒരുപാട് വർഷമായിട്ടാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊന്നും ആട്ടുകല്ലിൽ അങ്ങനെ ആട്ടിയിട്ടില്ല. എൻ്റെ താത്താരൊക്കെ ആട്ടുന്നത് കണ്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കുട്ടികളായിരിക്കുമ്പോൾ ഒന്ന് പൂതിക്ക് പോയിട്ട് ഒന്നിങ്ങനെ ആട്ടൂലേ, അങ്ങനെ ആട്ടിയിട്ടൊക്കെ ഉള്ളൂ കേട്ടോ, അല്ലാതെ ഒന്നും ആട്ടാറില്ല. അപ്പം എന്തായാലും ഒന്ന് ആട്ടിയിട്ടൊന്ന് ഉണ്ടാക്കി നോക്കട്ടെ വിചാരിച്ച് വളരെ കുറച്ച് ഉഴുന്നാട്ടം എടുത്തിട്ടുള്ളൂ. അപ്പോൾ കുട്ടികൾക്കും ഭയങ്കര ഒരു ആകാംക്ഷ, ഇതിലെങ്ങനെ ആട്ടുക, ഇതിലെങ്ങനെ അരയുക, അതെന്താ സംഭവം ഒന്നും ഇവർക്ക് അറിയില്ല കേട്ടോ. ഈ അമ്മി പിന്നെയും കണ്ടിട്ടുണ്ട്, പക്ഷേ ഈ ആട്ടുകല്ല് ഇവർ കണ്ടിട്ടില്ല. ഇവരുടെ വിചാരം ഇത് ഉരലും ഒലക്കൊക്കെ ഇല്ലേ, അതുപോലത്തെ സംഭവമായിട്ട് ഇവർ ഇരിക്കുന്നത്. ഞാൻ പിടിച്ച ഭാഗം ഉണ്ടല്ലോ, അവിടെയാണ് ഇവർ അതിൻ്റെ ഉള്ളിലേക്ക് ഇറക്കി വെക്കുക എന്നൊക്കെ പറഞ്ഞിരുന്നു കേട്ടോ. ഇവർക്ക് അറിയില്ലല്ലോ. അപ്പം ഞാൻ പറഞ്ഞു അങ്ങനെയൊന്നല്ല, ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ആട്ടാൻ വേണ്ടിയിട്ട് ഇതാ ഉഴുന്ന് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം നിങ്ങളുടെ വീട്ടിലൊക്കെ ആട്ടുകല്ലുണ്ടെങ്കിൽ ഒന്ന് ആട്ടി നോക്കിട്ടോ. ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആണ്. നമുക്ക് സത്യം പറഞ്ഞാൽ എനിക്കും ആട്ടാൻ അറിയണ്ടായിരുന്നില്ല കേട്ടോ. ഇത് ഇടത് കൈ കൊണ്ട് ആട്ടിയിട്ട് ഇങ്ങനെ നമ്മൾ ഉഴുന്ന് ഇങ്ങനെ മാടിയിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കണം. പക്ഷേ എനിക്ക് രണ്ടും കൂടി അറിയുന്നില്ല. ഒരു കയ്യിൽ ആട്ടാനും ഒരു കയ്യിൽ ഇങ്ങനെ ഉഴുന്ന് അതിലേക്ക് തട്ടി കൊടുക്കാനൊന്നും അറിയുന്നില്ല കേട്ടോ. അത് തട്ടി കൊടുക്കുമ്പോൾ എൻ്റെ ഇടത്തെ കൈ നിൽക്കുകയാണ്, അറിയാത്ത കാരണം കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ കുറച്ച് നേരം വേഗം അറിയുന്നുണ്ട് കേട്ടോ. നമ്മൾ കുറേ നേരത്തിട്ടൊന്നും അരയ്ക്കേണ്ട ആവശ്യമില്ല, പെട്ടെന്ന് തന്നെ ആവണമൊക്കെ ഉണ്ട്. അപ്പം ഞാനിങ്ങനെ അരയ്ക്കുമ്പോൾ കുട്ടിയോട് ചുറ്റുവശം നിന്നിട്ട് നോക്കുകയാണ്, ഇത് എന്തത് എപ്പോഴും അരയുകയെന്നൊക്കെ വിചാരിച്ചിട്ടാണ്. അങ്ങനെ ഞാൻ ഉഴുന്നൊക്കെ അരച്ച് കുറച്ച് നേരമൊക്കെ ഇരുന്ന് അരച്ച് നല്ല സുഖം ഉണ്ടായിരുന്നു. ഒന്നാമത്തെ ബാക്ക് വശത്ത് ഇരിക്കാൻ നല്ല സുഖം. അവിടെ നിറയെ മരങ്ങളാണ്, വലിയ മാവും പുളിയൊക്കെയാണ്. അതുകൊണ്ട് നല്ല തണലാണ് ബാക്കിലിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ആട്ടുകല്ല് ഞാൻ ആ തിണ്ടുമ്മലേക്ക് കയറ്റിടാൻ വേണ്ടിയിട്ട് കുറേ ശ്രമിച്ചു കേട്ടോ. പക്ഷെ നമുക്ക് പൊന്തുന്നില്ല. കുഞ്ഞുവിൻ്റെ വെച്ചെങ്കിൽ കൈ വയ്യാത്തതല്ലേ, അതുകൊണ്ട് ഞാനും കൂടി പിടിക്കുകയെന്നുണ്ടെങ്കിൽ വെക്കായിരുന്നു. പക്ഷെ അവന് പറ്റുന്നില്ല, അവനൊരു കൈ വെച്ചിട്ട് പറ്റുന്നില്ല. അപ്പോൾ പിന്നെ വിചാരിച്ചു അവിടെ തന്നെ കിടക്കട്ടെ, ഇനി ആരെങ്കിലുമൊക്കെ വരുമ്പോൾ നമുക്ക് കയറ്റി വീപ്പിക്കാൻ വിചാരിച്ചിട്ട് ഞങ്ങളത് അവിടെ ഉരുട്ടി ഞാൻ അവിടെ നിന്ന് കുറച്ചിങ്ങോട്ട് കൊണ്ടുവന്നു കേട്ടോ. പിന്നെ എന്താ പറയുക, അവിടെ ഇട്ടിട്ട് തന്നെ കഴുകി വൃത്തിയാക്കിയിട്ട് അവിടെ തന്നെ ഇട്ടിട്ട് അരയ്ക്കുകയാണെങ്കിൽ അത് നമുക്ക് എന്തുകൊണ്ടെങ്കിലും മൂടിയിടാം. അതിലേക്ക് ചെളിയും വെള്ളമൊന്നും ആവാതിരിക്കാൻ വേണ്ടിയിട്ട് എന്തുകൊണ്ടെങ്കിലൊക്കെ ഒന്ന് മൂടിയിടണം. എപ്പോഴെങ്കിലൊക്കെ ഇതുപോലെ അരച്ചിട്ട് നമുക്ക് ദോശയും ഇഡ്ഡലിയും ഒക്കെ ഉണ്ടാക്കാമല്ലോ, ഒരു പൂതി തോന്നുകയാണെങ്കിൽ. ഇത് ശരിക്കും പറയുകയാണെങ്കിൽ ഇത് മെനക്കെട്ട പണിയാട്ടോ. എന്നാലും നമുക്കൊരു പൂതിക്കൊക്കെ അരയ്ക്കാമെന്ന് മാത്രം. ആദ്യമായിട്ട് ചെയ്യുന്നവർക്കൊക്കെ ഒരു സന്തോഷത്തിൽ ചെയ്യാൻ പറ്റിയ കാര്യമാണ്. പിന്നെ എല്ലാ പണികളും കഴിഞ്ഞിട്ടല്ലേ നമ്മളിത് ഇരിക്കണത്. അങ്ങനെ ഞാൻ കുറച്ച് നേരം ഇരുന്ന് ആട്ടിയിട്ട് നമ്മുടെ മാവൊക്കെ അങ്ങോട്ട് സെറ്റായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ എന്താ പറയുക, വെള്ളമൊന്നും ഒഴിക്കാണ്ടാണ് നമ്മൾ അരയ്ക്കുന്നത്. നമ്മൾ ഉഴുന്ന് വടക്കല്ലേ അരയ്ക്കുന്നത്, അത് കാരണം വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല കേട്ടോ. പിന്നെ കൈ കടയിലൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ കുറേ നേരം ഇങ്ങനെ ആക്കുമ്പോൾ കൈ കടച്ചിലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇപ്പോഴത്തെ നമ്മളെപ്പോലെയുള്ള പെണ്ണുങ്ങൾക്കൊക്കെ എന്തൊരു സുഖമല്ലേ, നമ്മൾ മിക്സിയുടെ ജാറിൽ ഇട്ട് കൊടുത്തിട്ട് അവിടെ ഇങ്ങനെ നിൽക്കുക വേണ്ട നമുക്ക്, അല്ലെങ്കിൽ ഗ്രൈൻഡറിൽ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് എന്താ പണി വെച്ചെങ്കിൽ അത് ചെയ്യാം, അത് അരച്ച് നമുക്ക് തരും. പക്ഷെ പണ്ടുള്ള ആൾക്കാരുടെ കാര്യമൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കി. 10 മക്കളും 12 മക്കളൊക്കെ ആയിരുന്നു അന്നത്തെ കാലത്തൊക്കെ. അവർക്ക് എല്ലാവർക്കും ഇതുപോലെ ആട്ടുകല്ലിലൊക്കെ അരച്ചിട്ട് പലഹാരം ഉണ്ടാക്കി കൊടുത്തിരുന്ന ഉമ്മമാരൊക്കെ അപ്പോൾ
അവർക്കൊക്കെ ശരിക്കും പറയുകയാണെങ്കിൽ നല്ലൊരു അവാർഡ് കൊടുക്കണം, അവരതിനൊക്കെ സമ്മതിക്കണം. ഇത്രയും ഇത്രയും പോകുന്ന ഒരു ആട്ടുകല്ലിൽ ഇത്ര തോനെ അരിയൊക്കെ അരച്ചുണ്ടാക്കിയിട്ട് ഇത്രയും കുട്ടികൾക്കൊക്കെ തിന്നാൻ കൊടുത്തിരുന്ന തന്തയും തള്ളൊക്കെ ഉണ്ടല്ലോ, തള്ളാരുണ്ടല്ലോ. തന്താർ ചിലപ്പോൾ ആട്ടണം ഒന്നും ഉണ്ടാവില്ല, അന്ന് അവരൊക്കെ പണിക്ക് പോണ സമയമല്ലേ. അപ്പോൾ തള്ളാരേനൊക്കെ സമ്മതിക്കണമല്ലേ. ഞാനത് ആട്ടുമ്പോൾ കുട്ടികളോട് അത് പറയുമായിരുന്നു കേട്ടോ, പണ്ടത്തെ ആൾക്കാരേനൊക്കെ സമ്മതിക്കണം. അതുപോലെ തന്നെ ഉരുളിയിൽ അരിയൊക്കെ ഇടിച്ചിട്ട് എന്താ പറയുക വറുത്തിട്ട് പുട്ടുണ്ടാക്കുക. നമ്മൾ അരിയൊക്കെ പൊടിക്കാൻ കൊണ്ടുകൊടുത്ത് വറുത്തിട്ടാണ് നമുക്ക് കിട്ടുക. ഇപ്പൊക്കെ പൊടി വാങ്ങിക്കലാണ്, എല്ലാത്തിനും മേടിക്കുക ചെയ്യുക. അപൂർവം ചിലവരാണ് പൊടിപ്പിക്കാനൊക്കെ പോവുള്ളൂ. പണ്ടത്തെ കാലത്തൊക്കെ എൻ്റെ വീട്ടിലൊക്കെ ഉരലിൽ ഇടിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ. പെരുന്നാളൊക്കെ ആയി കഴിഞ്ഞാൽ ഉരലിൽ ഇങ്ങനെ മാറി മാറി ഇടിക്കും. എനിക്ക് താത്താർക്കൊക്കെ അറിയാം, അങ്ങനെ രണ്ട് കൈയും വെച്ചിട്ട് ഇടിക്കാനൊക്കെ അറിയാം. നമ്മളതൊക്കെ നോക്കിയിരുന്നിട്ടുള്ളൂ, എനിക്കറിയില്ല, അങ്ങനെ ഇടിക്കാനൊന്നും അറിയില്ല കേട്ടോ. നമ്മൾ അങ്ങനെ ചെയ്തിട്ട് ഞാനൊക്കെ ഇച്ചിരി അങ്ങനെ മുതിരുമ്പോഴേക്കും നമ്മുടെ വീട്ടിൽ മിക്സിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അത് കാരണം ആട്ടുകല്ല് അമ്മിയുമ്മൊക്കെ അരയ്ക്കറിയാം കേട്ടോ. അമ്മിയുടെ മുകളിലൊക്കെ ഒരുപാട് അരച്ചിട്ടുണ്ട്. അത് കാരണം അമ്മിയുടെ മുകളിൽ എനിക്ക് അരയ്ക്കറിയാം. പക്ഷേ ഈ ആട്ടുകല്ലൊന്നും അരച്ചിട്ട് അങ്ങനെ അങ്ങോട്ട് ഇതില്ല. പിന്നെ എപ്പോഴും നമ്മുടെ വീട്ടിലൊന്നും അന്ന് ഇഡ്ഡലിയും ദോശയൊന്നും ഉണ്ടാക്കിയിരുന്നില്ല, കൂടുതലും പുട്ടൊക്കെ തന്നെ ഉണ്ടാക്കിയിരുന്നത്. കാരണമാണ് പുട്ട്, ഉപ്പുമാവ്, നമ്മുടെ ഉഴുന്ന് ഇവിടെ പിന്നെ അപ്പം, അരഞ്ഞിരിക്കുകയാണ് ഗോതമ്പിൻ്റെ മക്കളേ. അപ്പം, അങ്ങനെയൊക്കെ ഉണ്ടാക്കിയിരുന്നത്. ഞങ്ങളൊക്കെ വലുതായതിന് ശേഷമാണ് പിന്നീട് ഉഴുന്നുകൊണ്ട് അരച്ചിട്ട് ഇഡ്ഡലിയും ദോശയും വെള്ളപ്പൊക്കെ ഉണ്ടാക്കി തുടങ്ങിയത്. അത് കാരണം എന്താ പറയുക, ഇത് ഈ വക പരിപാടിയൊന്നും അറിയില്ല കേട്ടോ. എനിക്ക് സത്യം പറഞ്ഞാൽ അറിയില്ല. കാരണം ഇതെന്തായാലും പഠിക്കണം. നമ്മൾ 2, 3, 4 വട്ടമൊക്കെ അരച്ചാലല്ലേ നമുക്ക് പഠിയുള്ളൂ. അല്ലാണ്ട് ഫസ്റ്റിൽ തന്നെ നമുക്കിതൊന്നും അറിയില്ലല്ലോ, നമ്മളാരും ഇത് പഠിച്ചു വന്ന ആൾക്കാരല്ലല്ലോ. അപ്പോൾ എന്തായാലും എൻ്റെ ഉഴുന്ന് അരഞ്ഞ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഉഴുന്ന് വടയ്ക്കുള്ള പാകത്തിനായിട്ട് അരഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കല്ലൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കണം. നമ്മൾ പറയാറില്ലേ, എന്താ പറയുക, ഗ്രൈൻഡറിലിട്ടിട്ട് അരച്ച് കഴിഞ്ഞാൽ അത് വൃത്തിയാക്കാൻ ഭയങ്കര പാടാന്ന് പറയാറില്ലേ. അതുപോലെ തന്നെ കേട്ടോ, ഈ കല്ല് വൃത്തിയായിട്ട് കഴുകി നമ്മളതിലത്തെ വെള്ളമൊക്കെ മുക്കി കളയും. പക്ഷേ ഗ്രൈൻഡർ നമ്മളത് അങ്ങനെ പൊക്കിക്കൊണ്ടിട്ട് നമുക്ക് പൈപ്പിൻ്റെ ചോട്ടിട്ടിട്ട് കഴുകാം. പക്ഷേ ഇതിൻ്റെ ഒരു അവസ്ഥ നോക്കി, ഇതിൽ തന്നെ ഇട്ട് കഴുകി ആ പൊട്ടുന്ന വെള്ളമൊക്കെ മുക്കി കളയണം. പിന്നെ ഞാൻ ഉഴുന്നുവടയുടെ റെസിപ്പി ഒന്നും കാണിക്കുന്നില്ല, എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും. അതുകൊണ്ട് ഞാൻ അതൊന്നും എടുത്തില്ല കേട്ടോ. അങ്ങനെ ഞാൻ അതിലേക്ക് പച്ചമുളകും ഇഞ്ചിയും എന്താ പറയുക ഒക്കെ ഇട്ട് നമ്മുടെ ഉഴുന്നുവട സെറ്റാക്കി എടുത്ത് കുറച്ച് നേട്ടം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇതാ നമ്മുടെ ഉഴുന്നുവടയൊക്കെ റെഡി ആയിട്ടുണ്ട്. എനിക്ക് ഈ ഉഴുന്നുവട ഉണ്ടാക്കാനും വലിയ കാര്യമായിട്ട് അറിയില്ല. എന്താ വെച്ച് കഴിഞ്ഞാൽ ആ നടുക്കിലത്തെ പൊത്തുണ്ടല്ലോ, അത് ഇട്ട് കൊടുക്കാനൊക്കെ ഒരു തപ്പലാണ് ഉഴുന്നുവട ഉണ്ടാക്കാൻ. എന്നാലും ഞാനത് സെറ്റാക്കി എടുത്തു കേട്ടോ. അപ്പോൾ ഇതാ ഉഴുന്നുവടയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് 4 മണിക്ക് ചായ കുടിക്കണം. അപ്പോൾ ഞാൻ അത് ഉണ്ടാക്കണത് തന്നെ ഒരു 5 മണി സമയമൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. എന്താ വെച്ച് കഴിഞ്ഞാൽ കുറച്ച് നേരമൊക്കെ കിടന്ന് അവിടെ നിന്ന് എണീച്ചിട്ടാണ് ഞാൻ അരിയൊക്കെ ഉഴുന്നൊക്കെ ആട്ടിയത്. ഇനി നമുക്ക് എന്തായാലും നല്ലൊരു ചായ കുടിച്ചിട്ട് നമുക്ക് ഉഴുന്നുവടയും ചായയും കുടിച്ചിട്ട് നമുക്ക് സെറ്റാക്കാം. ഇതിനിങ്ങനെ കഴിക്കുമ്പോൾ ഒരു സന്തോഷം ഉണ്ടായിരുന്നു. നമ്മളെന്താ വെച്ച് കഴിഞ്ഞാൽ ആട്ടുകല്ലിൽ അരച്ച് എടുത്തതല്ലേ, അതുകൊണ്ടൊരു സന്തോഷമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇവർക്ക് കട്ടൻ ചായ വെക്കാൻ നോക്കിയപ്പോൾ ഒരു പറഞ്ഞു പാലിച്ചായ വെക്കാൻ പറ്റിയേ പറഞ്ഞു. അപ്പോൾ ഞാൻ ഉഴുന്നുവട ഉണ്ടാക്കുമ്പോൾ കുഞ്ഞും ആച്ചൂട്ടനും കൂടിയിട്ട് പാല് മേടിക്കാൻ വേണ്ടിയിട്ട് കടയ്ക്ക് പോയിട്ടാണ്. അപ്പത്തിന് എൻ്റെ ഉഴുന്നുവടയൊക്കെ ഉണ്ടാക്കൽ കഴിഞ്ഞപ്പോൾ ഞാൻ അവരെ വെയിറ്റ് ചെയ്ത് കുറച്ച് നേരം ഊഞ്ഞാലേമ്മ ഇരുന്നു. അപ്പോൾ ഇങ്ങനെ മെല്ലെ ആടിയതാട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ ഊഞ്ഞാലാടാൻ. പക്ഷെ അത് ഭയങ്കര താഴ്ന്നിട്ടാണ് കെട്ടിയിരിക്കുന്നത്. ഇഷമോൾക്ക് ഇരിക്കുക എളുപ്പത്തിന് താഴ്ത്തി കെട്ടിയതാണ്. കാരണം നമുക്ക് ഇരിക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ടുണ്ട് കേട്ടോ. എന്താ വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര താഴ്ന്നിട്ടിരിക്കണം, എൻ്റെ പാൻറ്റിൻ്റെ അടിയിലൊക്കെ ചെളിയാവുകയാണ്. അങ്ങനെ ഞങ്ങൾ കുഞ്ഞു പാലൊക്കെ മേടിച്ചിട്ട് വന്ന് അപ്പോൾ ചായയൊക്കെ ഉണ്ടാക്കി നമ്മൾ ബാക്ക് വശത്തിരുന്ന് ചായ കുടിക്കുകയാണ്. പക്ഷെ കുഞ്ഞു ക്യാമറ സെറ്റ് ചെയ്തത് ശരിയായില്ല. കുഞ്ഞെൻ്റെ മുഖം പെടുത്താണ്ടാണ് ക്യാമറ വെച്ചത്. ഞാനും അത് ശ്രദ്ധിച്ചില്ല കേട്ടോ. അങ്ങനെ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ. നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ വരാം. അതുവരേക്കും എല്ലാവർക്കും ബൈ, അസ്സലാമു അലൈക്കും. പിന്നെ ഒരു കാര്യം പറയുന്നുണ്ട്, ആ കാണുന്ന വീട് എന്നെ പഠിപ്പിച്ച ടീച്ചറുടെ വീടാട്ടോ. നമ്മുടെ വീടിൻ്റെ നേരെ മുന്നിലാണ് ടീച്ചറുടെ വീട്. അപ്പം നാളെ വരാം കേട്ടോ നല്ലൊരു വീഡിയോ ആയിട്ട്.